നമസ്കാരം. നമ്മൾ ഈ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ അറേബ്യക് കൺട്രികളിലൊക്കെയും പോയിട്ട് വരുന്ന ആളുകൾ, അമേരിക്കയിലേക്കും പോയിട്ട് വരുന്ന ആളുകൾ പറയും, എന്താ അവിടുത്തെ റോഡ് ഗതാഗതം, എന്താ അവിടുത്തെ ആ ഒരു ശാസ്ത്രത്തിൻ്റെ വികാസം, ചൈനയിലേക്കും പോയി കാണണം. ഇന്ത്യ ഒരു 50 വർഷം കൂടിയും ശ്രമിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ ഒപ്പം എത്തില്ല. നമ്മളെ മോഹിപ്പിക്കുന്ന പല കാര്യങ്ങളും, ഇതുപോലെ ദുബായിലാകട്ടെ, അബുദാബിയിലാകട്ടെ, ഇനി അമേരിക്കയിൽ പോയാൽ അവിടെയാകട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലക്സംബർഗുണ്ട്, അവിടുത്തെ ഒരാളുടെ മിനിമം ശമ്പളം ഇന്ത്യയുടെ 25 ലക്ഷം രൂപയാണ് അത്രേ. ഏറ്റവും മിനിമം അടിച്ചു വാരുന്ന ആൾക്കാർക്കായിരിക്കും തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പറയും, നമുക്കതുപോലെ ആകാൻ എന്നാ പറ്റുക? ആ രാജ്യങ്ങളെപ്പോലെ ആകാൻ നമ്മളുടെ രാജ്യത്തിന് കഴിയുമോ, ഇന്ത്യക്ക് കഴിയുമോ? അങ്ങനെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും രാജ്യസ്നേഹികൾ എന്താ പറയുക? ജനനീ ജന്മഭൂമി സ്വർഗാത് അഭി, സ്വർഗത്തിനേക്കാൾ സുന്ദരമാണ്, നമുക്കിവിടെ മതി. ഇവിടെ നിന്ന് അമേരിക്കയിൽ പോയി താമസിക്കുന്ന മകനും മകൻ്റെ ഭാര്യയും, അവിടെ അവർ അമ്മയെ കൊണ്ടുപോയി അവിടേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. 1 കൊല്ലത്തെ വിസ. അവരോട് നിന്നത് 14 ദിവസം. ഒരു ടീച്ചറാണ്, തൃശ്ശൂർ പൂങ്കുന്നത്ത്. അവർ വിവേകോദയ സ്കൂളിൽ ടീച്ചറായിരുന്നു പണ്ട് കേട്ടോ. ഇപ്പോൾ അവർക്ക്, ഞാനീ പറയുമ്പോൾ അവർ അവിടെ കൊണ്ടുപോകാൻ അവർക്ക് 10-65 വയസ്സായിട്ട്, ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല. അവർ പറഞ്ഞത്, ഞാനവിടെ ജയിലിൽ കിടക്കുന്ന പോലെ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവർക്ക് ഭാഷകൾ പോലും അറിയില്ല, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിള്ളേരാണെങ്കിലോ കാലത്ത് പോകും, വൈകുന്നേരം വരും, ഷെഡിൽ കയറ്റിയിടും. എന്നിട്ട് ഇവരോട് പറയും, അമ്മ അടുക്കള എന്തൊക്കെയുണ്ട്, എന്ത് പണിയെടുത്ത് കഴിച്ചോളാൻ. ജയിലിൽ പെട്ട പോലെ, 4 ചുവരിനകത്ത് പെട്ട പോലെ. അങ്ങനെ 14 ദിവസം കഴിഞ്ഞപ്പോൾ 14 വർഷം കഴിഞ്ഞ പോലെയും അവരോട് പറഞ്ഞു, മക്കളെ എനിക്കൊരു കാര്യം ചെയ്താൽ എന്താ, എന്നെ തിരിച്ചയക്കണം. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള സ്വർഗമൊന്നും അപ്പുറത്തില്ല, അത് വേറെ കാര്യം. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും NCP വനിതാ നേതാവ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മളുടെ നാടിനെ പാകിസ്ഥാനെ പോലെ ആക്കി മാറ്റണമെന്ന്. ഈ സ്ത്രീയെ എന്താ ചെയ്യേണ്ടത്? വടിയെടുത്ത് തല്ലണോ? അത് നമ്മുടെ നിയമം അനുവദിക്കില്ല. തല എറിഞ്ഞുടയ്ക്കാനും കഴുത്തറ്റം കുഴിച്ചു മൂടിയിട്ട് തലയുമ്പോൾ കല്ലെടുത്താലും നമ്മൾ അനുവദിക്കുന്നില്ല. ചീത്ത പറഞ്ഞാലും പ്രശ്നമാണ്. കാരണം മോഡിയുടെ നാട്ടിലിപ്പോൾ എല്ലാവരും പറയാറുണ്ട്, എല്ലാ പ്രിവിലേജും സ്ത്രീകൾക്കാണ്. അങ്ങനെ ഒരാളാണ് ഈ നരേന്ദ്രമോദി. അപ്പം അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പ്രാന്താശുപത്രിയിൽ കൊണ്ട് ചികിത്സിക്കുക. ഇന്ത്യയെ പാകിസ്ഥാനാക്കണം എന്ന് ഇപ്പോൾ പറയുമ്പോൾ വേറെ എന്താ പറയുക? ഇവർക്ക് എന്തോ ഉന്മാദം ബാധിച്ചിട്ടുണ്ടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഈ സ്ത്രീ പറയുന്നത് ബഹുഭാര്യാത്വം ഉൾപ്പെടെയുള്ള, അതായത് ഒരാൾക്ക് 4 കെട്ടാം, ബഹുഭാര്യാത്വം ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കണം. ഇവിടെ മുത്തലാഖ് ഉണ്ടായിരുന്നു. ഫോണിൽ വിളിച്ചു പറഞ്ഞ് സൗദി അറേബ്യയിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവിടുത്തെ രാജാവിൻ്റെ മകള്. അവിടെ ഒരു കല്യാണം കഴിച്ചു, അതിൽ നിന്ന് ബീജങ്ങൾ ഏറ്റുവാങ്ങി ഗർഭിണിയായി പ്രസവിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? അത് തലാഖുണ്ട്, പിന്നെ ഫസക്കുണ്ട്, ഫസക്കെന്ന് മറ്റോ പറയുന്നതിന് അയാളോട് പറഞ്ഞാൽ മതി. ഫസക്ക് അങ്ങനെ തലാഖ് എന്ന് പറഞ്ഞ പോലെ ഫസക്ക് എന്ന് പറഞ്ഞാൽ അവരവൻ്റെ ഒഴിക്കും പോയി. ഇവർക്കൊരു കുട്ടി ഉണ്ടാവണം, അതിന് വേണ്ടി ഒരു കാളെ വാങ്ങിച്ച് നിർത്തി, അത്രമാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ എത്രമാത്രം അപരമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബഹുഭാര്യാത്വം ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ NCP വനിതാ നേതാവിനോട് എനിക്ക് തോന്നിയത് സഹതാപമാണ് തോന്നിയത്. കാണാൻ കൊള്ളാവുന്ന സ്ത്രീയുടെ അതിനോട് സഹതാപമാണ് തോന്നിയത്. ഏകീകൃത സിവിൽ കോഡ്, അതൊക്കെയാണ് ഇവരുടെ ചൊറിക്കും കടിക്കുള്ള പ്രശ്നം. അതാണ് മുസ്ലിം വ്യക്തി നിയമം, ബഹുഭാര്യാത്വം എന്നിവയെ ചൊല്ലിപ്പം മഹാരാഷ്ട്ര നിയമസഭയിൽ വലിയ വാക്പോര് നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്
അവർ പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് ഇങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയായ കുഴപ്പമില്ല, അതിൽ ഇന്ന കാര്യങ്ങൾ മാറ്റണം എന്ന് പറയുന്നതിൻ്റെ ഇടയിലാണ്, അതായത് വളരെ മൃദുവായിട്ട് ഉപകരണം വായിക്കുമ്പോൾ ഒരാളൊന്നും ചെണ്ട കുട്ടി എങ്ങനെയുണ്ടാവും അതുപോലെ ഇവളും ഒന്ന് കയറി പറഞ്ഞു നമുക്കിതൊന്നും വേണ്ട, നമുക്ക് പാകിസ്ഥാനെ പോലെ ആക്കണം. കാര്യം കഴിഞ്ഞു. ഇന്ത്യയെ നമുക്ക് പാകിസ്ഥാനെ പോലെ ആക്കണം. സത്യം പറഞ്ഞാൽ അവിടെയുള്ള മറ്റുള്ള ആൾക്കാർ തരിച്ചു പോയിട്ടുണ്ടാവും. വിഷയത്തിൽ NCP MLA, അതാണ് ഇവരുടെ പേര് സനാ മാലിക് എന്നാണ്. അവർ നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ അത് വിവാദമായിരിക്കുകയാണ്. BJP അതുപോലെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികൾ അതെടുത്ത് പിടിച്ചിരിക്കുകയാണ്. അവർ പിന്നെ ഇത്തരം കാര്യങ്ങൾ ആദ്യം പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. ഏതായാലും അവരുടെ മുമ്പിൽ തലവെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഉത്തരം പറയേണ്ടത് അവിടുത്തെ മുസ്ലിം MLA മാരും അവിടുത്തെ പുരോഹിതന്മാരും എല്ലാവരും ആയിരിക്കാം. ഏതായാലും സമാജ്വാദി പാർട്ടിയും അതുപോലെ BJP ഒക്കെ വലിയ രൂപത്തിൽ പ്രശ്നം അവിടെ ഉയർത്തി കാണിച്ചിരിക്കുകയാണ്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം ബഹുഭാര്യാത്വം അനുവദനീയമാണ്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഈ പറയുന്ന പെണ്ണിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ, ഇവിടെ ഭാരതീയ ന്യായ സംഹിതയാണുള്ളത്, അല്ലാതെ ഇവിടെ മുസ്ലിം വ്യക്തി നിയമമോ ശരിയത്തോ അല്ല ഇവിടെയുള്ളത്. ഖുറാനിലെ തത്വങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളിൽ നിലവിലുള്ള ഈ നിയമങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയിലും അതേ നിയമങ്ങൾ വേണം എന്ന സമീപനം, അതാണ് ഈ സനാ മാലിക് അഭിപ്രായപ്പെട്ടത്. ഇറാനിൽ ഇന്നലെ ഒരു പെൺകുട്ടി പാട്ടുകാരിയാണ്, പ്രശസ്തയാണ്. അവർ പാടുമ്പോൾ തലയിൽ കൂടെ തട്ടമിട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് 108 അടി പരസ്യമായിട്ട്, മറ്റേ എന്തായാലും പറയുക, പരസ്യമായിട്ട് രാജവീതിയിൽ, നാഷണൽ ഹൈവേ അവിടെ വെച്ച് എല്ലാവരും കാണലെ തുടി പൊക്കി 108 അടി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ, ചാനലുകളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അറിഞ്ഞാലും പറയാൻ പാടില്ലല്ലോ, ഇത് കേരളമല്ലേ, ജിഹാദി കേരളമല്ലേ, അതുകൊണ്ട് അവരും മിണ്ടില്ല. ഏതായാലും വിവാദം വളരെ ശക്തമായി. പാകിസ്ഥാനിലെ നിയമങ്ങൾ അതേപടി ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നു. അതിൻ്റെ പിന്നാലെ ബി ജെ പി മന്ത്രി റിതേഷാണോ അറിയില്ല, നിതേഷ് റാണെ അതിരൂക്ഷ വിമർശനവുമായിട്ട് രംഗത്തെത്തി. സനാ മാലിക് ഇന്ത്യയുടെ നിയമസഭയിലാണ് ഇരിക്കുന്നത്, അത് മറന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പാകിസ്ഥാൻ പാർലമെൻറ്റിലല്ല ഇരിക്കുന്നത് എന്ന് ഓർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വിവാദം ശക്തമായതോടുകൂടിയിട്ട് പിന്നെ വിശദീകരണവുമായിട്ട് ഈ പെണ്ണൊരുത്തി അവിടെ രംഗത്തെത്തി. തൻ്റെ പ്രസ്താവന തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. ഞാൻ സിംഹം എന്നാണ് പറഞ്ഞത്, നിങ്ങൾ കേട്ടത് ആനാന്നാണെന്ന്. അവർ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡഡാണ്. പണ്ടത്തെ പോലെ കള്ളാസ് എഴുതി വെക്കലില്ല. നമുക്കറിയാം അവർ കേട്ടപ്പോൾ അങ്ങനെയാണത്. ഇപ്പോൾ വീണ്ടും കേൾക്കാം അവരുടെ കൽപ്പനകൾ, ഇന്ത്യ പാകിസ്ഥാനെ പോലെ ആകണം എന്നുള്ളത്. പക്ഷെ അവരെന്ത് പറയുന്നു, അത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണെന്ന്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മാതൃകയായി പാകിസ്ഥാനെ ചൂണ്ടിക്കാട്ടിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി, തലകുത്തി മറഞ്ഞു. മുസ്ലിം വ്യക്തി നിയമപ്രകാരം ബഹുഭാര്യാത്വം അനുവദനീയമാണെന്നും ഭരണഘടന ഓരോ പൗരനും സ്വന്തം മതം ആചരിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ടെന്നും അവർ പറഞ്ഞു. അതൊക്കെയും വീടിനകത്ത് സ്വന്തം മതം ആചരിക്കാം. ആ സ്വന്തം മതത്തിനകത്തപ്പോൾ ഒരു ഭർത്താവ് മരിച്ചപ്പോൾ അതിൻ്റെ ഭാര്യ, ആ ഭാര്യയെ ഭർത്താവിൻ്റെ ചിതയിൽ കൊണ്ടിടാൻ തയ്യാറാകുന്നു കുറേ ഹിന്ദുക്കൾ. അനുവദിക്കൂ? ഹിന്ദുക്കളുടെ ആചാരമാണത്, അനുവദിക്കൂ? ഇറാനിൽ തെറ്റ് ചെയ്ത സ്ത്രീകൾക്കാണ് സ്ത്രീകളെ തെറ്റ് ചെയ്യുള്ളൂ, അത്ര പുരുഷന്മാർ ചെയ്യില്ല. അവരെ പരസ്യമായിട്ട് കൊണ്ട് തലവെട്ടിക്കൊള്ളും, അവരെ പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അടി കൊടുക്കും. ഇതൊക്കെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നടപ്പാക്കാൻ പറ്റൂ. ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സമൂഹത്തിലേക്ക് കടക്കാത്ത വിധത്തിൽ റംസാൻ കാലഘട്ടത്തിലൊക്കെ ആ മാസത്തിൽ ഉപവാസം ആർക്കെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? അരുതാത്ത പല കാര്യങ്ങളുണ്ട്.
അത് മതത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ ഇറക്കി കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബഹുഭാര്യാത്വം അതിവിടുത്തെ ഏത് സ്ത്രീകൾക്കാണ് ഇഷ്ടം? തൻ്റെ ഭർത്താവിനെ വേറൊരു പുരുഷൻ ഷെയർ ചെയ്യുക, അതാണല്ലോ ബഹുഭാര്യാത്വം. ബഹുപുരുഷത്വം കൂടി ആവണം ഈ കണക്കിന് പോവുകയാണെങ്കിൽ. ഒരു സ്ത്രീക്ക് 4 പുരുഷന്മാരാകാം. അങ്ങനെ ഇവിടെ പാഞ്ചാലിക്ക് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അത് അനുവദിക്കാൻ പറ്റുമോ ഇപ്പോൾ? ഞങ്ങളുടെ വിശ്വാസം അതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കയ്യിൽ വെക്കണം. അത് ഭാരതീയ ന്യായ സംഹിതമായിട്ട് കൂട്ടിയിണക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് അത് ജനദ്രോഹമാകുന്നത്, അവസാനം രാജ്യദ്രോഹവുമാകുന്നത്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം 4 പെണ്ണുങ്ങൾ അനുവദനീയമാണ്. ഭരണഘടന അവർ കൂട്ടി പറയുന്നതാണ്. ഭരണഘടന ഇങ്ങനെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അതവർ കൊടുക്കുന്നുമുണ്ട്. ആയതുകൊണ്ട് ഇതാകാം. പാകിസ്ഥാൻ പുതിയ നിയമം കൊണ്ടുവന്നതല്ല, ഇസ്ലാമിക തത്വങ്ങൾ പിന്തുടരുകയാണ്. ഇവിടെയും വിശ്വാസം പിന്തുടരാനുള്ള അവകാശം നമ്മുടെ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ ഭർത്താവ് ഇനി 3 കല്യാണത്തിന് കഴിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ. നീ പോയിട്ട് തേടി പിടിച്ച് കൊണ്ടുപോവാ. തെരുവിലുണ്ടാവുമല്ലോ കുറേ എണ്ണം. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത് പാകിസ്ഥാനല്ല, ഖുറാനാണെന്നും പാകിസ്ഥാനും ഇസ്ലാമിക പഠനങ്ങളെയാണ് പിന്തുടരുന്നതും അവർ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അതേസമയം ഇന്ത്യക്കാരുമാണ്. പാകിസ്ഥാനുമായിട്ട് ആശയപരമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ലെന്ന് സന മാലിക് ഉരുണ്ട് കളിച്ചു. അതേസമയം ചൊവ്വാഴ്ച നിയമസഭയിൽ സംസാരിച്ച നാസിക് MLA ദേവയാനി ഫറാണ്ടെ മുസ്ലിം സ്ത്രീകൾക്ക് നീതിയും സംരക്ഷണവും ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതങ്ങനെ. ഇതോടെയാണ് വിഷയത്തിൽ നിയമസഭയിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവായിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഈ ഖുറാനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെ, യുദ്ധത്തിൽ സ്ത്രീകൾ പോകാറില്ല, പുരുഷന്മാർ പോകുന്നു. അന്ന് വാളും പരിചയെടുത്തിട്ടാണല്ലോ യുദ്ധം. പോകുന്ന 100 പേര് പറഞ്ഞാൽ 50 പേര് മരിക്കും. അവരുടെ സ്ത്രീകൾക്ക് ഭാര്യാപദവി നൽകുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിലാണ് അന്ന് 4 വരെ കെട്ടാമെന്ന് പറഞ്ഞത്. അങ്ങനെ കിട്ടിയാൽ കുട്ടികളെ, ആ പെണ്ണുങ്ങളെ നോക്കാനുള്ള ശേഷി, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അത് അതേപോലെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തലയ്ക്ക് വട്ടളിയ അതാണ് ആ ലക്ഷണമാണ് കാണിക്കുന്നത്. ശരീഅത്ത് പ്രകാരം, ശരീഅത്ത് ഭാരതീയ ന്യായ സംഹിത അത് ഭാരതീയർക്ക്, ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക് എപ്പോഴും ശരീഅത്ത് തന്നെയാണ് വേണ്ടത്. ഞങ്ങളുടെ ആണുങ്ങൾക്ക് 4 കെട്ടാനുള്ള അവകാശമുണ്ട്, അത് നടപ്പാക്കണം എന്നൊക്കെയും പറയുന്ന ഈ സ്ത്രീയെ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ദേഷ്യത്തോടു കൂടി നോക്കി കാണാൻ പറ്റില്ല, സഹതാപത്തോടു കൂടിയേ നോക്കി കാണാൻ പറ്റുള്ളൂ. രോഗമാണ്, ഭ്രാന്താണ്, നൊസ്സാണ്, ചികിത്സിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. നമസ്കാരം.